അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാവർക്കും നമ്മളെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മളെ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്ലാം തുടങ്ങിയ അല്ലെങ്കിൽ ഒരു മോഡേൺ ഇറയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ കൂടുതലായിട്ട് ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മളെ ഇസ്ലാമും അല്ലെങ്കിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്യാനുള്ള കാരണം ഇപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ സ്ത്രീകളൊരു വീട്ടിലൊരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് കാണപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ സ്ത്രീകളെ വെറും ഒരു കൂടുതൽ പുരുഷന്മാർക്ക് ഇത് കൊടുക്കുന്നൊരു സാഹചര്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സുനിത വില്യംസ് വന്നു. അപ്പോൾ അങ്ങനെ കുറേ സാഹചര്യങ്ങൾ കുറേ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഇസ്ലാമിനെ വിമർശിക്കാൻ പറ്റാവുന്ന കുറേ സാഹചര്യങ്ങൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താണ് അതിൻ്റെ വസ്തുത? സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ സ്ത്രീകളൊരു ഒരു വീട്ടിലെ ഒബ്ജക്റ്റീവായിട്ട് മാത്രം കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സ്ത്രീകളെ പള്ളിയിലേക്ക് പ്രവേശനം, അങ്ങനത്തെ സാഹചര്യം എന്തൊക്കെയാണ്? ഇസ്ലാമിക പരമായിട്ടുള്ള വസ്തുതകൾ എന്തൊക്കെയാണ് ബാദ്ഷാ പറയും? നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മതമാണ്. അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും അള്ളാഹു തആല പല പ്രവാചകന്മാരിലൂടെയായി റസൂലുള്ളാഹി സ്വല്ലമയിലൂടെ പൂർത്തീകരിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇസ്ലാമിൻ്റെ അഹ്കാമുകൾ ശരീഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാരുടെ ജൽബുൽ മസ്ലഹത്തിനും ദർഉൽ മഫ്സദത്തിനും വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ അവരുടെ ഇൻട്രസ്റ്റിനെ ഇവിടെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന എല്ലാ ഹാമുകളെയും ഒഴിവാക്കുകയും ചെയ്യും എന്നാണ് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇസ്ലാം പല നിയമങ്ങളെയും ഇവിടെ വെച്ചിട്ടുള്ളതും പലതിനെയും പ്രോഹിബിറ്റ് ചെയ്തിട്ടുള്ളതും പലതും നമുക്ക് ചെയ്യാൻ അനുവദനീയമാക്കിയിട്ടുള്ളത് പലതും നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് ഒബ്ലിഗേറ്ററി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് പലതും ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇസ്ലാമിലെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഇസ്ലാമിലെ ഇപ്പോൾ ഇമാം നവിയെ പോലത്തെ ആളുകൾ മജ്മൂഇൽ ഇമാം നവവി പറയുന്നുണ്ട്, യഹ്റുമു അൽ മർഅത്തി അൻ തുസാഫിറ വഹ്ദഹ മിൻ ഗൈരി ദറൂറത്തില്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല, യാത്ര പോകാൻ പാടില്ല എന്ന് ഇമാം നവവി തൻ്റെ മജ്മൂഇലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദറൂറത്തിൻ്റെ അല്ലാത്ത സമയത്ത് സ്ത്രീ അങ്ങനെ പോകരുത് എന്നിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുതിയ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തിൽ പലതും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ദുറത്താണോ അല്ലേ, അപ്പോൾ എന്താണ് ദുറത്ത് എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. എന്താണ് ദുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ഒരു അവസ്ഥയിൽ അവൻ്റെ നമ്മൾ പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു ദുറുറിയാത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, നെസസിറ്റീസ്. അതായത് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ നഫ്സ്, അഖല്, നസ്ല്, മാല്, അതായത് അവൻ്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിന് അവൻ്റെ ദീനിന് ഇതിനൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ വരുത്തുമെങ്കിൽ അതിനാണ് ദുറുറത്ത് എന്ന് പറയുന്നത്. ആ ഹാലിലാണ് ഇതൊക്കെ അനുവദിക്കുന്നത്. അതെ. അപ്പൊ ഈ ഹാലിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര പോകാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ഇത് ദുറുറത്ത് എങ്ങനെ നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ ദുറുറത്തുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും സംസാരിക്കേണ്ടതുണ്ട്. അതിൽ ഇമാം ഷാഫി റളിയല്ലാഹു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബിലെ ഒരു ഖൈദാണ് ആദ്മി നുക്സാനിഹ എന്ന് പറഞ്ഞ കാര്യം. ഖൈദ് ഈ എന്താ പറയുക, ഈ ഖൈദയോട് കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അത് ഇമാം ഇബ്നു നുജൈം തൻ്റെ അസ്മാഉൻ അള്ളാഹിറിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഈ ദുറുറത്ത് ചെയ്യുന്നതിലൂടെ വലിയ മഫ്സദത്തിലേക്ക് എത്താൻ പാടില്ല, അത് വലിയ ഹാമിലേക്ക് എത്താൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് നമ്മൾ ചങ്കിൽ എന്തെങ്കിലും കെട്ടിക്കടന്നു, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, വിഷെടുത്ത് കുടിക്കാം, അത് വലിയ ഹാമിലേക്കാണ് എത്തുന്നത്. അതാണ് കുടിക്കേണ്ടത്. അപ്പൊ അതാണ് അദ്മിനുക്സാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ സ്ത്രീകളെ ദുറത്തുന്നാൾക്ക് ഒറ്റയ്ക്ക് യാത്ര പോവുകയും അത് വലിയ മഫ്സദത്തിലേക്ക് എത്താനും പാടില്ല ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ. അപ്പോൾ തന്നെ അല്ലാഹു തുഖദ്ദറു ബി ഖദ്രിഹ എന്ന് പറയുന്ന ഒരു കാര്യം, അതെ, അതിന്റെ ഖദർ നിശ്ചയിക്കപ്പെടണം. അതായത് ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ദുറത്താണ് വിചാരിച്ചുകൊണ്ട് എല്ലായിടത്തും തോന്നിയ പോലെ അത് പറ്റുകയില്ല. അപ്പോൾ ഇത്തരം കൈദിന്റെ വെളിച്ചത്തിൽ കള്ളിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ കള്ള് എത്ര കുടിക്കാനുള്ളത്, അതെ അതെ അതെ, അപ്പൊ അത് ഇറങ്ങിപ്പോകേണ്ട അത്രേ. അപ്പൊ അതുപോലെ തന്നെ ആ ഇതിന്റെ എത്രയാണോ അവിടെ ആവശ്യമുള്ളത് അതിൽ നിർണയിതമാണെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാഹചര്യം സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇസ്ലാമിനെ വിമർശിക്കേണ്ട രീതിയിലുള്ള ഒരു ഫെമിനിസ്റ്റ് ഫാത്തിമ എന്നുള്ള ഫിലിം വന്നു. അപ്പോൾ അതിലും നമ്മൾ ഇസ്ലാമിനെ എങ്ങനെയൊക്കെയും വിമർശിക്കാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിൽ വിമർശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ആദ്യത്തെ സാഹചര്യം ഒരു ഭർത്താവിൻ്റെ ഒരു കൂടുതലൊരു അപ്രമാദിത്വം, അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ രീതിയിൽ പറയാം, അങ്ങനെ ഭർത്താവിൻ്റെ ഒരു കീഴിൽ അങ്ങനത്തെ ഒരു കഥ ആ രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന സാഹചര്യം വരാനുള്ള കാരണം നമ്മളെ തന്നെയാണെന്ന് പറയാം. നമ്മളെ തന്നെ നമുക്ക് ഒരു
ശാസനയോടെ തന്നെ പറയാം. കാരണം നമ്മൾ ചെയ്യുന്നു, അത് ചില ആളുകൾ ചെയ്യുമ്പോൾ അത് നാട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ നിയമമായിട്ട് മറ്റുള്ളവർ കാണുന്നുണ്ട്. അതങ്ങനെയാണോ? അല്ലെങ്കിൽ അതായത് നമ്മളിപ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്താ ആവണമെന്നില്ല, ഇസ്ലാം ആവണമെന്നില്ല. അതായത് മുസ്ലിങ്ങളിൽ ഇപ്പോൾ ചീത്ത ആളുകൾ ഉണ്ടാക്കും, നല്ല ആളുകളും മറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ മുസ്ലിങ്ങൾ ചെയ്ത എല്ലാ ചെയ്തികളെയും അങ്ങനെ നോക്കി കാണാൻ പറ്റുകയില്ല. അപ്പോൾ ഇസ്ലാമിലെ ഒരു കായിക അല്ലെങ്കിൽ ഒരു ആയത്ത് ആണ് അലി ജലഖൊബനാലിസ്. അപ്പോൾ അതിനെ ഏത് രൂപത്തിൽ കാണണം എന്നുള്ള നമുക്ക് വളരെ കൃത്യമായി അറിയുന്നതാണ്. അതായത് സ്ത്രീക്ക് എല്ലാ രീതിയിലുള്ള സുരക്ഷിതത്വവും എല്ലാം കൊടുക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ സുതാക്ക് കൊടുക്കണം, എല്ലാം കൊടുക്കൽ അത് ഒരു പുരുഷന്റെ നിർബന്ധമാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ നിക്കാഹിനെ നമ്മൾ വളരെ ഒരു ലിബറൽ മൈൻഡോട് കൂടി കാണുകയാണെങ്കിൽ നിക്കാഹിന്റെ എല്ലാ എന്താ പറയുക അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന എല്ലാ എൻജോയ്മെന്റ്സും രണ്ടുപേർക്കും തുല്യമാണ്. എന്നിട്ട് അവൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? സ്വതാക്കും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്? ഈ നഫക്കത്തും കൊടുക്കുന്നുണ്ട്. ഈ നഫക്കത്ത് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ അവൾക്ക് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. ഓക്കെ, അതായത് ഇപ്പോൾ അവൾക്ക് ചിലവ് കൊടുക്കേണ്ടത്, പാർപ്പം കൊടുക്കേണ്ടത്, വസ്ത്രം കൊടുക്കേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് വരുന്നത് ആർക്ക് മാത്രമാണ്? ഈ പുരുഷന്റെ മേൽ മാത്രമാണ്. അപ്പോൾ അതിനെയൊക്കെ ഇസ്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഇസ്ലാം വന്നത് കാരണത്താൽ, ഇസ്ലാം പുറത്തുനിന്ന് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ചില അനാചാരങ്ങൾ എന്ന് പറയുന്നപ്പെടുന്ന കാര്യങ്ങൾ തന്നെ അതൊക്കെ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ആ സൊസൈറ്റി മാറി വരുന്നതിൽ അതിനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മിക്സ്ഡ് കൾച്ചർ അങ്ങനെയൊക്കെ വന്നതിന്റെ ഭാഗമായിട്ടാണ്. അതൊന്നും ഇസ്ലാമിലേക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് അതെ അതിനെ നമ്മൾ അങ്ങനെ വിമർശിക്കാൻ പാടില്ല. ഇങ്ങനെ ചില ഉസ്താദ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്താൽ അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലൊരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ പൊളിറ്റിക്സിക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ സാഹചര്യം ഇപ്പോൾ ലോക്കൽ ത്രിതല പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്നു. അവർ എത്രത്തോളം വെച്ചാൽ സ്ത്രീകൾക്ക് എന്താണ് പകുതി ഹാഫ് എന്താണ് റിസർവേഷൻ ഉണ്ട് ഒരു പഞ്ചായത്തിലെ. ആ റിസർവേഷൻ സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ സ്ത്രീകൾ എന്തായാലും മത്സരിക്കുക എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവുക. കാരണം സ്ത്രീകൾ തരം താഴ്ന്നിപ്പെടുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ മുന്നോടാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യം. അപ്പോൾ ഇസ്ലാം പല സ്ഥലങ്ങളിലും ഇങ്ങനെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. കാരണം ദുർവത്തിന്റെ കാര്യത്തിൽ മാത്രം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സ്ത്രീ പൊളിറ്റിക്സ് അല്ലെങ്കിൽ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്ന രീതിയിലുള്ള ഇസ്ലാമിന്റെ വസ്തുതകൾ ഇസ്ലാം എന്താ പറയുന്നത്? അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇസ്ലാമിലെ തൗലിയത്ത്, അതായത് വിലായത്തിന്റെ അധികാരം എന്ന് പറയും. നമ്മള് പല രീതിയിലുള്ള വിലായത്ത് നമുക്ക് കാണാൻ പറ്റും. എന്താ പറയാ, ഇപ്പോൾ ഒരു രാജ്യത്തെ ഭരിക്കുന്നത് കാണാൻ പറ്റും, ഒരു സ്ഥലത്തിന്റെ ഒരു അമീർ, ഖാദി, അങ്ങനെ പല സ്ട്രാറ്റജികളുണ്ട്. ഇപ്പോൾ ഒരു വീടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ പല രീതിയിലുള്ള വിലായത്തുകളുണ്ട്. നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ വിലായത്തുകൾ സ്ത്രീക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് എല്ലാ മദ്ഹബുകളെയും കാണുകയാണല്ലോ. അപ്പോൾ ആ എല്ലാ മദ്ഹബുകളെയും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇമാം അബു ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ്, അപ്പോൾ നമ്മളെ മാവർദി ഇമാമിൻ്റെ അഹ്കം സുൽത്താനിയ, അപ്പോൾ അതിലൊക്കെ ഇമാം അബു ഹനീഫ ഇമാം പറയുന്നത് ഇപ്പോൾ ചില ഷഹാദത്തിന്റെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്, സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റും. സ്ത്രീകളുടെ ഏരിയ, അങ്ങനത്തെ ചില സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ ഖാസായിട്ടുള്ള സ്ത്രീകൾക്ക് കഴിയൂല, അതുകൊണ്ടാവും. അതെ. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ത്രീക്ക് വിലായത്തെ ഏറ്റെടുക്കാൻ പറ്റും എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ അപ്പൊ പിന്നെ നമ്മളുടെ നാട്ടിലെ ഒരു സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ സാഹചര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന അതിക്രമങ്ങൾ, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവുകയും അപ്പൊ അതിലേക്ക് നമ്മൾ പോവാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു വിപത്തിനെ കുറിച്ച് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ പിന്നെ ഇവിടുത്തെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു വിലായത്ത്, അതായത് ഒരു മെമ്പർ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലുള്ള സംഗതികളാണെങ്കിൽ ഇല്ല അധികാരപരിധി. കാരണം ഇസ്ലാം ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതി നമുക്ക് പറഞ്ഞ പോലെ ജുഡീഷ്യറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തേക്ക് ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് ഇന്ത്യയിലെ ഒരു സിസ്റ്റം. അപ്പോൾ ഇസ്ലാം ഇപ്പോഴത്തെ നിലവിൽ നമ്മുടെ സാഹചര്യത്തിൽ ഈ ലോക്കൽ ഗവൺമെന്റിൽ മെമ്പർ ആവുന്നുള്ളത് ഇസ്ലാമിനോട് ചേർന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചേർന്നുകൊണ്ട് തന്നെ പോവാന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. അതെ, അപ്പൊ ചേർന്ന് പോവാന്ന് പറഞ്ഞാൽ ലൊറൂറത്തിന്റെ ഹാലുണ്ട്. ആ ലൊറൂറത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 2 കൈദുകൾ നമ്മൾ ഇതാക്കണം. പിന്നെ ഇതിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ സിദ്ദറായി എന്ന് പറയുന്ന ഇസ്ലാമിൽ, അതായത് ഇപ്പോൾ ഇതൊക്കെ ഈ
അള്ളാഹു യുസാൽ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വലിയ കായികമാണ്. അതിന്റെ കീഴിലാണ് ഇതൊക്കെ വരുന്നത്. അതായത് ഹാം മസ്റ്റ് ബി എലിവേറ്റഡ്, ഹാമിനെ എലിമിനേറ്റ് ചെയ്യണം, ഹാം ഒരിക്കലും ഇസ്ലാം ആരും ചെയ്യാൻ പാടില്ല എന്നല്ല. അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന സംഗതിയാണ് ഇപ്പോൾ എത്ര സാധ്യമാവുന്ന രീതിയിൽ ലോറുകളെ ഒഴിവാക്കണം. അപ്പൊ അതിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് സദ്ദറായി വരുന്നത്. സദ്ദറായി വരുമ്പോൾ പല മദ്ഹബുകളിലും ഉണ്ടോ ഇല്ല അത്തരം ചർച്ചകളുടെ അപ്പുറത്തേക്ക് അത് എല്ലാ മദ്ഹബുകളിലും ഉള്ള സംഗതികൾ തന്നെയാണ്. ഇമാം ഫുറൂഖിൽ ഇമാം ഖറാഫി അതിനെ പറയുന്നുണ്ട്. അതായത് പലതും മുത്തഫഖ് അലൈഹി ആയിട്ടുള്ള സദ്ദറായാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മറ്റ് മതങ്ങളുടെ ആലിഹത്തിനെ ദൈവങ്ങളെ ചീത്ത വിളിക്കരുത്. കാരണം അത് എന്ത് ചെയ്യും, നമ്മളുടെ ഇതിൽ ചീത്ത വിളിക്കുക. അപ്പൊ ആ വസീലയെ തന്നെ അടുക്കുക. മാത്രമല്ല ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബ് നമ്മുടെ പല കിതാബുകളും നമുക്ക് കാണാൻ പറ്റും. എന്ത് ഹസ്മൽ ലിൽ ബാബ്, സദ്ദൽ ലിൽ ബാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സദ്ദറായിന്റെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാനിത് പറഞ്ഞു വെച്ചത് ചില ആളുകൾ ഇപ്പൊ ഇതിനെ ഇല്ല എന്ന് പറഞ്ഞ് വാദിക്കും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് സംഗതി വെച്ചാണ്. അപ്പൊ ആ സദ്ദറായിന്റെ ബാബ് എന്ന നിലക്കാണ് ഇസ്ലാം ഇവിടെ ഖൽബത്ത് ലാ യഖ്ലുവന്ന അഹദുൻ എന്നൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. ഖൽബത്തായിട്ട് ഒരിക്കലും നിൽക്കരുത്, ഇഖ്തിലാത്ത് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ത്രീ ഇത്തരത്തിലുള്ള കുറെ സംഗതികൾ ഇസ്ലാം വെക്കുന്നുണ്ട്. അങ്ങനെ വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലാ തഖ്റബു സിന എന്ന് പറയുന്ന ഇസ്ലാമിൽ വലിയ തത്വമുണ്ട്, വലിയ കായികമുണ്ട്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ഇസ്ലാം വെച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ ഹജ്ജിന് ഉംറക്ക് അത് നമ്മൾ ഇന്നടുത്ത് ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങനെ പോകാൻ പറ്റുമോ, അതോ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അങ്ങനെ പോകരുത്, അതൊക്കെ വെച്ചിട്ടുള്ളത് ഇസ്ലാം എന്താണ്, ഈ സ്ത്രീകളുടെ ഈ അമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സിനയിലേക്ക് പോയത്. അപ്പൊ അതിനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഈ ഇപ്പോൾ നമ്മൾ പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിലും ഇവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ ആണെങ്കിലും അതിലേക്കൊക്കെ ഇറങ്ങേണ്ടത്. അതായത് നമുക്ക് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ആകെ ഇവിടെ ആ ഒരു രൂപത്തിലുള്ളത് ഒരിക്കലും വരാൻ പാടില്ല. അത് നമ്മള് വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്നാൽ നമ്മൾ ഇതിലേക്കൊന്നും ഇറങ്ങാതിരിക്കുകയും ചെയ്യരുത്. കാരണം ഇത് നമ്മളുടെ ഇവിടുത്തെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ഇപ്പൊ ശരിയായ ലോന് എതിരായിട്ടുള്ള കേസുകൾ നടന്നുണ്ട്. അപ്പൊ അതിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ എന്താവും, അതൊക്കെ മാറി വരും. അപ്പൊ അതൊക്കെ യഥാർത്ഥ ലുറുവത്ത് തന്നെയാണ്, നമ്മളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മള് സ്ഥാനാർത്ഥിത്വം നമ്മൾ എന്തായാലും വേണം, ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ സ്ത്രീകൾ അതിനായിട്ട് ഇറങ്ങി തിരിക്കരുത് അർത്ഥം. കാരണം ആവശ്യം ഉണ്ടാകുമ്പോൾ അതിൽ വേണം, അങ്ങനത്തെ രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ടത് ഈ ഇസ്ലാം ഈ ഇതിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഷഹ്വത്തിന് കുറെ കാര്യങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതായത് ഷഹ്വത്ത് ഹൽവത്തിന്റെ കാര്യത്തിൽ ഷഹ്വത്തിന്റെ രീതിയിൽ ഇപ്പോൾ കുട്ടികളെ ഹൽവത്ത് പ്രശ്നമില്ല, ഒരു പടുവൃദ്ധകൾ അജൂസിന്റെ കാര്യത്തിൽ. അപ്പൊ ഈ ഷഹ്വത്തിന് എങ്ങനെ ഇതാക്കാൻ കാരണം എന്താണ്? അപ്പോ ഞാനിപ്പോ പറഞ്ഞു വരുന്നത് അതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോ എന്താ പറയാ സ്ത്രീകൾ അതായത് പാർലമെന്റിൽ വരുന്ന, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യരുത്, ഒരു മാസികൾ തെറ്റുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് അല്ലാഹു തആല ഈ ലോകത്തിനെ വെച്ചിട്ടുള്ള ശരിക്കും റുഖ്സയുടെ കണ്ണിലൂടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റുഖ്സ പറഞ്ഞാൽ അല്ലാഹു തആല ചില കാര്യങ്ങൾ മശക്കത്ത് വരുമ്പോൾ നമുക്ക് റുഖ്സകൾ തന്നെ ഉണ്ട്. അല്ലാഹു തആല നമുക്ക് സഹിക്കാൻ കഴിയാത്ത റുഖ്സകളാണ്. അത് ഖാരിജ അൽ മുഅ്ത എന്നൊക്കെ പറയും. നമുക്ക് അതാണ് സ്ത്രീകൾക്ക് ഹൈലിന്റെ വിഷയം വന്നപ്പോൾ മറ്റൊക്കെ റുഖ്സകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ റുഖ്സയുടെ ബാബിലാണ് ശരിക്കും ലുറുവത്ത് വരുന്നത്. അതുകൊണ്ടാണ് മഹ്ദൂറാത്തിനെ ഇബാഹത്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലെന്ത് ചെയ്യാൻ പാടില്ല, തെറ്റായ കാര്യങ്ങൾ സ്ത്രീകൾ പല സന്ദർഭം ഉണ്ട്. അപ്പൊ അത് ഉദാഹരിച്ച് ഞാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടതുണ്ട് റുഖ്സത്തുല്ലാത്തുനാത്തു ബിൽ മാസി. അതായത് മാസിയത്ത് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, റുഖ്സകൾ ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോ ഒരു ഹറാമായ യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കസറിന്റെ സ്കർ ഉണ്ടാവില്ല, സ്കർ ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ പല യാത്രകളും ഇസ്ലാം പറഞ്ഞു വെക്കുന്നത് ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ എന്താ പറയാ ഹദീസുകളുമായി ഉദ്ധരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് ഇപ്പൊ എന്താ വെച്ചാൽ പല ആളുകളും ഇപ്പൊ നമ്മള് ഈ ഫിഖിന്റെ കിതാബുകൾ പറയുന്ന സമയത്ത് അത് ആ കിതാബിലല്ല ഈ കിതാബില അപ്പൊ അങ്ങനത്തെ അപ്പൊ അത് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഹദീസിന്റെ കിതാബ് നമ്മൾ അത്തരം കാര്യങ്ങൾ ഉദ്ധരിക്കേണ്ടതായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ പല ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമതായിട്ട് വരുന്നത് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുണ്ട്, ലാ യഹ്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തുസാഫിറ മസീറത യൗമിൻ വലൈലത്തിൻ ലൈസ മഅഹ മഹ്റം എന്ന് പറയുന്ന ഹദീസുണ്ട്. അതുപോലെ തന്നെ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ലാ തുസാഫിറു മറഅത്തുൻ മസീറത യൗമിൻ ലൈസ മഅഹ സൗജഹ ഔ ദീ മഹ്റമിൻ എന്ന് പറയുന്ന ഹദീസുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ലാ തുസാഫിറ സലാസ ലയാലി ഇല്ലാ മഅഹ ദൂ മഹ്റമിൻ എന്ന് പറയുന്ന ഹദീസുണ്ട്. അപ്പോൾ ഈ ഹദീസുകളിലൊക്കെ മഹ്റമില്ലാതെ യാത്ര പോകരുത് എന്നൊരു, പക്ഷെ ഇതിനൊക്കെ പല പണ്ഡിതന്മാരും പല രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ആ രൂപത്തിൽ കാണണം. എന്നിട്ട് അതിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും വേണം. അപ്പോൾ ചില പണ്ഡിതന്മാർ വളരെ ലോഹിറായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ നമ്മുടെ ഫത്വൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹജ്ജിനോ ഉംറക്കോ പോവുകയാണെങ്കിൽ നിർബന്ധമാണെങ്കിൽ പോകാൻ പറ്റും. എന്നാൽ സുന്നത്തായിട്ടുള്ള ഉംറ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സിഖാത്തായിട്ടുള്ള സ്ത്രീകളോട് കൂടെ തന്നെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലോഹിറം നൽകി ഹദീസിനെ പിടിച്ചുകൊണ്ട് ഒരിക്കലും പോകരുത്, മഹ്റമില്ലാതെ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ ചില ഇപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് അടക്കമുള്ള ചില മദ്ഹബുകളിൽ അപ്പോൾ അതിലിപ്പോൾ വലീദുൽ ബാജി മാലിക് പണ്ഡിതനായിട്ടുള്ള അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി ഉണ്ട്. എന്ത് ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എന്ത് അൽ മർഅത്തുൽ അജൂസ് അല്ലത്തി ലാ തുസ്തഹ, ശഹവത്തില്ലാത്ത മറഅത്താണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്നാൽ ചില ആളുകൾ ഈ ഇതക്കാനത്തിൽ മറഅത്തു മാ നിസ്വത്തിൻ സിക്കാത്തായിട്ടുള്ള സ്ത്രീകളോട് കൂടെ ആണെങ്കിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കുറച്ചുമ്പാടെ ഒരു അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തോടൊന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് നമുക്കൊക്കെ സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എന്ത് ഈ ഹംബലി മദ്ഹബിലെ തന്നെ ഒരു പണ്ഡിതനായിട്ടുള്ള ഇബ്നു മുഫ്ലിഹ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നുണ്ട്, തഹജ്ജു കുല്ലു ഇംറഅത്തിൻ ആമിനത്തിൻ മാ അദ്മിൽ മഹറമി, മഹറമില്ലാതെ തന്നെ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആമിനത്തായ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹജ്ജിന് പോകാൻ പറ്റും എന്നുള്ളത്. അത് പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. ഇന്ന ഹാദ മുതവജ്ജിഹുൻ ഫി കുല്ലി സഫറിൻ ത്വാഅത്തിൻ, എല്ലാ അനുവദനീയമായിട്ടുള്ള യാത്രയിലും ഇങ്ങനെ തന്നെയാണ്, ഈ രൂപത്തിൽ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇത് ഷാഫി ഇമാമിൻ്റെ തൊട്ട് കറാബീസി എന്ത് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് സുന്നത്തായിട്ടുള്ള ഹജ്ജിലും അങ്ങനെ പറ്റുമെന്ന് പറയുന്നു. ഫി കുല്ലി സഫറിൻ ഗൈരി വാജിബിൻ കസിയാറത്തിൻ വ തിജാറത്തിൻ. അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ രീതിയിലാണ് കണ്ടത്. നേരത്തെ പറഞ്ഞ പോലത്തെ റായിൻ്റെ രൂപത്തിലും അതൊക്കെ ഇസ്ലാമിൻ്റെ വലിയ കായികകളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ നിലവിലുള്ള പല സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ വലിയ മോഡേണിസത്തിൻ്റെ ആളുകൾ വക്താക്കളാകുമ്പോൾ അല്ലെങ്കിൽ മോഡേണിസത്തെ കൂടുതലായിട്ട് ഇങ്ങനെ വാദിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം സ്ത്രീകൾ ഹറാസ്മെന്റ് സൊസൈറ്റിയിൽ നേരിടുന്നു, അവർ എത്രത്തോളം ആണ് എന്താണ് ഇതിൻ്റെയൊക്കെ പിടിയിലായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു 14 വയസ്സുകാരിയില്ല, അതിനപ്പുറത്തേക്ക് ഇപ്പൊ ടെലിഗ്രാമിൽ മറ്റൊക്കെ ഉള്ള ഗ്രൂപ്പുകൾ അതെ വെറും ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഫോട്ടോ മാത്രമേ ഉള്ളൂ, എന്നിട്ട് കൂടി അതിനെ എന്ത് ചെയ്യുന്നു, ഈ രൂപത്തിൽ ഒബ്ജക്റ്റിഫൈ ആക്കുന്നു, അതിനെ സെക്ഷലൈസ് ചെയ്യുന്നു, അതിനെ വിൽക്കപ്പെടുന്നു. അത് വിൽക്കുന്നത് വെറും 11 വയസ്സോ മറ്റോ ഒക്കെ ഉള്ള കുട്ടികളാണ് ഇതിനെ വിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഗ്രോക്ക് പോലത്തെ ചാറ്റ് ബോട്ടുകൾ അതിനെയൊക്കെ വലിയ പോൺ ഫാക്ടറികളായി കൊണ്ടിരിക്കണം. അതായത് ചെറിയ കുട്ടികളെ പോലും ന്യൂഡിറ്റി അപ്പൊ എത്രത്തോളം സ്ത്രീകൾ സുരക്ഷിതമാണ് എന്ന് നമ്മൾ ഇതിനൊക്കെ നോക്കണം. അതായത് നമ്മള് വളരെ ഇതായിട്ട് നമ്മൾ ഇങ്ങനെ പറ്റും എന്ന് പറയരുത്, മറിച്ച് സ്ത്രീകൾ അനുഭവപ്പെടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എന്തുകൊണ്ട് ഇസ്ലാം അവിടെ മഹറമിന്റെ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നത് കൂടി നോക്കണം. പിന്നെ ഇസ്ലാം വെച്ച ദുർവത്തിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഇസ്ലാമിന്റെ പള്ളി പ്രവേശനമായിട്ട് നമുക്ക് അടുത്ത് പറയാം. അത് പള്ളി പ്രവേശനം ഇപ്പോൾ നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചോളം ഞാൻ പറയാൻ പറ്റുമെന്ന് അറിയാം, പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു ബേർഡനായിട്ട് പല സമയത്ത് നമുക്ക് പള്ളിയിൽ പോക്ക്, നിസ്കാരം ഓൾറെഡി നമുക്ക് വീട്ടിൽ നിസ്കരിക്കാം, എന്നാലും പള്ളിയിൽ നമുക്ക് കൂലിണ്ട്. അപ്പോൾ നമുക്ക് പല ആളുകളും നമുക്കൊരു ബേർഡനായിട്ട് കാണുന്നൊരു സാഹചര്യം ഉണ്ട് പള്ളിയിൽ പോക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് പള്ളിനെക്കാണ്ട് വീട് ഉത്തമം എന്ന് പറയുന്നത് ഓൾക്ക് ഒന്നും കൂടി ബേർഡൻ കുറക്കാൻ വേണ്ടി എന്ന രീതിയിലാവാം. അപ്പോൾ ഇങ്ങനെ ഒരു പള്ളി പ്രവേശനം അല്ലെ ഇമാമത്ത് ജമാഅത്ത് പള്ളിയിൽ പ്രവേശിക്കുന്നത് അതിന് എങ്ങനെയാണ് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റുമോ, അങ്ങനത്തെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഇസ്ലാം പറയുന്നത്? അപ്പോൾ ഇപ്പോൾ ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇസ്ലാം സ്ത്രീകൾക്ക് പല ഇബാദത്തുകളിലും റുഖ്സ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ റുഖ്സകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇബാദത്തുള്ള റുഖ്സകൾ ഹജിയത്ത് എന്ന് പറയും. അപ്പോൾ ഇസ്ലാമിലെ ഹജിയാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതിലാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്, ഈ റുഖ്സകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ അവരുടെ ശാരീരിക ബയോളജിക്കൽ അതിനൊക്കെ എന്താ പറയുക മുൻനിർത്തിക്കൊണ്ടാണ്. മെൻസസിന്റെ ടൈമിലുള്ള നിസ്കാരം അവർക്ക് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ പല സംഗതികളും. അപ്പോൾ ഇസ്ലാം പലതിനെ ഇപ്പോൾ ഒരു മശക്കത്ത് അല്ലെങ്കിൽ പ്രയാസം അതിനൊരു 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട് ഇസ്ലാം. അതായത് ഒന്ന് മാലായുത്തിക്കും, അതായത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത. അപ്പോൾ അത് ഇസ്ലാം ഒരിക്കലും നമ്മളെ തക്ലീഫ് ചെയ്യണം എന്ന് പറയില്ല. അതായത് ഇപ്പോൾ ഒരു പാറ പോയി പൊക്കി കൊണ്ടുവരുന്നു ഒരിക്കലും ഇസ്ലാം പറയില്ല. എന്നാൽ അതിൻ്റെ അല്ലെങ്കിൽ സോമുൽ വിസാൽ എന്നൊക്കെ പറയും, അതൊന്നും ഒരിക്കലും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, തക്ലീഫ് ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇനി ചെറിയ പ്രയാസങ്ങൾ വരുന്ന സംഗതികളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ തിന്നുമ്പോഴുള്ള കൈ പൊക്കുക എന്നുള്ള ആ ഒരു പ്രയാസം അതിനെ ഇസ്ലാം എന്ത് പരിഗണിക്കൂല. എന്നാൽ ഇതേപോലത്തെ പ്രയാസങ്ങൾ അതിനൊക്കെ ഇസ്ലാം പരിഗണിക്കുകയും റുഖ്സ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഷഹ്വാനിയായിട്ടുള്ള, അതായത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പല ഷഹ്വാനിയായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ടാവും. അത് ഇസ്ലാം ഹറാമാക്കി എന്നുള്ള കാരണം കൊണ്ട് എന്താവില്ല, അതൊന്നും ഒരു പ്രയാസമാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. അതിനെ ഹലാലായ രൂപത്തിൽ മാത്രമാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുക, ഇതാക്കാൻ പറ്റുക. നമ്മൾ ഈ പള്ളി പ്രവേശനമായിട്ട് എങ്ങനെ ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാം ഇതിനൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് ഈ പള്ളിയിൽ
അതിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നതെന്ന് പറയാം. പക്ഷേ റസൂലിന്റെ ഹദീസ് അറിയാല്ല തംനൗ ഇമാ അല്ലാഹി മസാജിദ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരെ പള്ളിയിൽ പോകുന്നതിന് നിങ്ങൾ അവരെ തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇസ്ലാമിന്റെ വലിയൊരു തത്വമുണ്ട്, എന്ത് ലാ തഖറബു സിന, അതിലേക്ക് എത്തരുത്. അതിനു വേണ്ടിയിട്ടുള്ള അമ്നുകളുടെ സാഹചര്യങ്ങൾ മുഴുവൻ ഒരുക്കുക, അതിനു വേണ്ടിയിട്ട് ഖൽവത്തിനെ ഹറാമാക്കുകയും ഇഖ്തിലാത്തിനെ ഹറാമാക്കുകയും, അതായത് ഇപ്പോൾ ഇമാം സുയൂത്തി പറഞ്ഞു വെക്കുന്നത് പോലെ തെർക്കുൽ മുബാഹ ചെയ്യേണ്ട ചില അനുവദനീയമായ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. എന്താണ് ഈ ഇജ്തിനാബുൽ മുഹറം, ഹറാമായനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ചില ഹലാലായ സംഗതികളെ ഒഴിവാക്കേണ്ടി വരും. അപ്പൊ അതിന്റെയൊക്കെ ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇനി ഒരു സ്ത്രീ അങ്ങനെ പോവുകയാണെങ്കിലോ നമ്മൾ തടയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, പള്ളിയിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇപ്പോൾ ഒരു സ്ത്രീ ഒരു മുഖം കാണിക്കുമ്പോൾ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്നാ ഇപ്പൊ നമ്മളെന്താണ് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, കാറുബ് യൂത്തിഹിന്നാണ് ഹയർ, അവർക്ക് അവരുടെ വീടിന്റെ അകത്തളങ്ങളാണ് അവർക്ക് ഹയറുള്ളത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് അവിടെ കിട്ടുന്ന കൂലിയും ഇവിടെ കിട്ടുന്ന കൂലിയും സെയിമാണ്, പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. നമ്മൾ സാധാരണ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. IT കമ്പനി മറ്റൊക്കെ പറയാനുണ്ടല്ലോ. എന്താ വെച്ചാൽ ഇപ്പൊ ഇസ്ലാമി ഇതിനൊക്കെ സ്ത്രീകളെ ചിലപ്പോ അസോൾട്ട് ചെയ്യപ്പെടാം, ഹറാസ് ചെയ്യപ്പെടാം എന്ന് കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് ചില റുഖ്സകളായിട്ടും കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ വിമർശിക്കുന്നവര് എന്താ വെച്ചാൽ നിലവില് മുസ്ലിങ്ങളായ സ്ത്രീകൾ വരെ നമ്മളെ, അതായത് എത്രത്തോളം ഓർത്തഡോക്സ് ആയ ഫാമിലിയിൽ നിന്ന് വരുന്ന സ്ത്രീകൾ വരെ നമ്മൾ എന്താക്കുന്നുണ്ട്, നമ്മളെ വിമർശിക്കുന്നുണ്ട്. ഇസ്ലാമിന് ഈ കാഴ്ചപ്പാടിൽ കാണാത്തതിന്റെ പ്രശ്നമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ന റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല. പക്ഷെ ഇസ്ലാം ഇതിനൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യൻ സാഹചര്യം പിന്നെ മനസ്സിലാക്കി സ്ത്രീകൾ ഇങ്ങനെ വരുന്നില്ല, സ്ത്രീകൾ അസോൾട്ട് ചെയ്യണം. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ പല ആളുകളും പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ ആ വ്യക്തിയുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ബസ്സുമായി ബന്ധപ്പെട്ടത് 2 ബസ് ഉണ്ടാവണം എന്ന് പറയും. അപ്പൊ നമ്മള് മറ കെട്ടണം എന്ന് നമ്മൾ പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ആളുകളാണെന്ന് പറയുകയും ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പൊ പിങ്ക് ബസ്സോ മറ്റോ കാറൊക്കെ, അതാണ് 2 ബസ്സുകൾ ട്രെയിനിൽ വരെ അവർക്ക് വേറെ പോകിയുണ്ട്. അപ്പൊ അപ്പോൾ ഒരു വളരെ എന്താണ് പറയാ, ഒരു ഭയങ്കര 2 ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരേ ഡബിൾ സ്റ്റാൻഡേർഡ് എല്ലാ കാര്യത്തിലും. ഇസ്ലാമിന്റെ ഇതിൽ വരുന്ന സമയത്ത് ഇവര് അത് 6-ാം നൂറ്റാണ്ടും ഇത് വലിയ പുരോഗമനമായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു വളരെ എന്താ പറയാ ആ രൂപത്തിലുള്ള സൊസൈറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ചുരുക്കി പറയാം, ഇസ്ലാം സ്ത്രീകളും ഇതിന് വലിയ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. വലിയ മോഡേണിസ്റ്റ് സ്റ്റാൻഡുകളാണ് ഇസ്ലാമിൽ എടുത്തിട്ടുള്ളത്. നോക്കിക്കാണെങ്കിൽ വീക്ഷണത്തിൽ നേരെ നോക്കിക്കാണെങ്കിൽ മോഡേൺ, അതിനപ്പുറം ഫ്യൂച്ചറായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാം എടുത്തിട്ടുണ്ട്. ഇസ്ലാമിൽ അതിന്റേതായ രീതിയിൽ കാണുന്നതാണ്. ഇനി അവസാനമായിട്ടുള്ള ചോദ്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോ പല അഭിപ്രായങ്ങളും പല മതബുകളിലും എടുത്ത്, നമ്മൾ ചിലർക്ക് ഷാഫികളായിരിക്കും. ഇപ്പോൾ നേരത്തെ ഹജ്ജിന്റെ യാത്രയുടെ ഹംബലിമാമിന്റെ അമ്പലിമാമത്തെ അഭിപ്രായം. അപ്പോ ഈ പല മതബുകളിലെ ചിലകൾക്ക് ചില അഭിപ്രായം ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ ഷാഫി ആയ ഒരാൾ മറ്റു മതബത്തിലുള്ള അഭിപ്രായം എടുക്കാൻ പറ്റും, അങ്ങനത്തെ രീതിയിലുള്ള അവസാനത്തെ ചോദ്യം. അതായത് നമ്മൾ മതഹബുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മതഹബുകളും ശരിയാണ് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് എത്തുന്നതാണ്. പല ഇജ്തിഹാദിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ വളരെ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ജംഇൽ മറ്റൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇമാം തുഹ്ഫയിൽ നമുക്ക് കാണാൻ കഴിയും, എന്ത് റുഖ്സകൾ നിങ്ങൾ പിടിക്കുന്നത് അത് ഫിസ്കിലേക്ക് എത്തുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഇമാം റംലി, അതായത് മിൻഹാജിന്റെ തന്നെ ശരഹായിട്ടുള്ള റംലി ഇമാം പറയുന്നത് ഫിസ്കൊന്നും അല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇബ്നു അബി ഹുറൈറ എന്ന് പറയുന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഒരു അസ്ഹാബായിട്ടുള്ള അദ്ദേഹം പറയുന്നതും ഈ രൂപത്തിൽ എന്തല്ല, അത് ഫിസ്കൊന്നും അല്ല എന്ന രൂപത്തിൽ പറയുന്നുണ്ട്. ഈ റുഖ്സകളെ തത്തപ്പോയി ചെയ്യൽ മാത്രമാണ് അവർ, അല്ലാതെ മദ്ഹബുകൾ എടുക്കുന്നത് ഒരു പ്രശ്നവുമില്ല. കാരണം ഷാഫി മദ്ഹബ് പോലെ തന്നെ ഉള്ള ഓരോ മദ്ഹബുകളും ആണ് ഇത്. ഷാഫി ആയ ഒരാൾക്ക് ഹംബലിന്ന് ചില അഭിപ്രായങ്ങൾ എടുക്കാം, അതെ, അതും ഇസ്ലാമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വേറെ മദ്ഹബ് അല്ല, വേറെ മതമല്ല. നമ്മൾ അങ്ങനെ കാണരുത്. അതായത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഇബാദത്ത് തന്നെ, അതെ അതെ, അത് നമ്മൾ വളരെ വൃത്തിയാക്കേണ്ടത്. ഒരു ഇബാദത്തിൽ ആ ഇബാദത്തിന്റെ ഷർത്തുകളും അതിന്റെ മവാനികളും അത് ബാത്തിലാക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ലോഹർ നിസ്കരിക്കുകയാണെങ്കിൽ ലോഹറത്തെ കാര്യങ്ങൾ ഷാഫി എടുത്തുകയാണെങ്കിൽ അതെല്ലാം മുബ്തിലാത്ത് സ്വലാത്തുകളും കാര്യങ്ങളൊക്കെ ഷാഫി. പിന്നെ അടുത്ത അസർ നിസ്കരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ഈ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. അതായത് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഒരു ബറക്കത്ത് നമ്മൾ എടുത്തു ലുഹുറിൽ, ഇമാം ഹനഫിയുടെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് ഈ രൂപത്തിൽ, അതായത് ആ ഒരു എടുക്കുമ്പോൾ ഒരു ഹജ്ജ് നമ്മൾ പോകുമ്പോൾ ആ ഹജ്ജ് ചെയ്യുമ്പോൾ ഷാഫി പിന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം ഷാഫി എടുക്കുക.
ഇനി പിറ്റത്തെ ഹജ്ജ് നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ഹാമ്പിൽ എടുക്കാം. അതെ, അങ്ങനെ എടുക്കാവുന്നതാണ്, ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കരുത്. ഇപ്പോൾ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ വളരെ രീതിയിലുള്ള സ്റ്റാൻഡ് എടുത്തിട്ടില്ല. എത്രത്തോളം വെച്ചാൽ മോഡേൺക്കും ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൽ കളിയാക്കുന്ന ആണെങ്കിൽ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇസ്ലാം എടുത്തിട്ടുള്ള സ്ത്രീകളുടെ മേലുള്ള സ്റ്റാൻഡ് അത്രത്തോളം വലുതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് കരുതുന്നു. നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് ബാധിച്ചാൽ ആദ്യം നന്ദി പറയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.